ബെനീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൂന്നാർ മാങ്കുളത്തെ വിരിപ്പാറ വെള്ളച്ചാട്ടമാണ്. ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ അടിമാലിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുമ്പോൾ ഇരുട്ടുകാനത്തിനും കരടിപ്പാറയ്ക്കും ഇടയിലുള്ള കല്ലാർ വട്ടിയർ നിന്നും ഇടതേക്ക് തിരിഞ്ഞ് മാങ്കുളം റൂട്ടിൽ പോവുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഈ വഴിയിൽ രണ്ട് സ്ഥലത്തും നമ്മുടെ ഏലത്തോട്ടങ്ങളാണ്. കുറച്ച് ഭാഗം ഏലത്തോട്ടങ്ങളും അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ തേയിലത്തോട്ടങ്ങളുമാണ്. കണ്ണൻദേവൻ ഹിൽസിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ റോഡ് നല്ല മെഷീൻ റോഡ് റോഡാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി മറ്റു റോഡുകളെ അപേക്ഷിച്ച് വീതി കുറവാണ്. എന്നാലും കട്ടറൊന്നുമില്ല, നല്ലതായിട്ട് പോകാം. നമ്മൾ മൂന്നാർ പോകാമെന്ന് പറഞ്ഞാൽ മൂന്നാർ ടൗണിലെ ക്രൗഡഡ് ഏരിയയും മാട്ടുപ്പെട്ടി, ടോപ്പ് സ്റ്റേഷൻ അതുപോലെയുള്ള ഏരിയകളിലാണ് നമ്മൾ പോകുന്നത്. അവിടെ എല്ലാം ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളാണ്. മാങ്കുളം റൂട്ടിൽ ഈ ബോർഡ് കാണുന്നിടത്ത് വരുമ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് പോകേണ്ടത്. ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ റൈറ്റിലേക്കുള്ള വഴിയിൽ പോകുമ്പോഴാണ് നമുക്ക് കാറിന് പോകാൻ പറ്റും. ചെറിയ കട്ടറേ ഉള്ളൂ, ജീപ്പ് ആവശ്യമില്ല. നമ്മുടെ കാറിന് തന്നെ നമ്മൾ പോയി അവിടെ നിർത്തി നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാവുന്നതാണ്. 50 രൂപയാണെന്ന് തോന്നുന്നു അവിടുത്തെ എൻട്രൻസ് ഫീസ്. മുകളിലോട്ട് കയറുമ്പോഴത്തേനും ഈ രണ്ട് സൈഡും തേയിലത്തോട്ടമാണ്. പൊതുവെ മാങ്കുളം അങ്ങ് ടൂറിസ്റ്റുകൾ അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ വളരെ ആൾക്കാർ കുറവാണ് ഇതൊക്കെ കാണാൻ വേണ്ടി. ഇത് നമ്മളിവിടെ ഒന്ന് ടിക്കറ്റ് എടുത്തു, ഇതിനകത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടുന്ന് വെള്ളം സൈഡ് വഴിയുള്ള തോട് വഴി താഴോട്ടിങ്ങനെ ഒഴുകി ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ താഴോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു മൊത്തം പാറയുണ്ട്. പാറയിലൂടെയാണ് ഈ വെള്ളം ഒഴുകി ഇറങ്ങി താഴോട്ട് ഇറങ്ങുന്നത്. അവിടെ മുഴുവൻ നല്ല പാറ മുഴുവൻ നല്ല വഴുവഴുപ്പുണ്ട്. നമ്മൾ സൂക്ഷിച്ച് ചെരുപ്പൊക്കെ ഊരിയിട്ട് പോയില്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പക്ഷെ നമ്മൾ കൈ പിടിക്കാൻ വേണ്ടി അവരവിടെ ഈ പ്ലാസ്റ്റിക് കയറ് കെട്ടിയിട്ടുണ്ട്. കൂടുതൽ തെന്നലുള്ള ഭാഗത്തേക്കും താഴോട്ട് പോകാതിരിക്കാനും വേണ്ടി അവർ ഈ കയറ് കെട്ടി വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് വെള്ളം താഴോട്ട് ഒഴുകി പോണേ. ഇത് രണ്ട് സൈഡ് വഴിയാണ് ഒഴുകുന്നത്. ഇത് റൈറ്റ് സൈഡ് ഒഴുകുന്നത്. അപ്പുറേ പാറയുടെ ലെഫ്റ്റ് സൈഡ് വഴിയും വെള്ളം താഴോട്ട് ഒഴുകുന്നുണ്ട്. നമ്മൾ വന്ന ആ ഭാഗത്തു നിന്നാണ്. ഇത് താഴോട്ട് ഒഴുകി അവിടെ ഒരു തടയണ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ വഴി വെള്ളം താഴോട്ട് വീഴുമ്പോഴത്തേനും അവിടെയാണ് ആൾക്കാർ കുളിക്കുന്നത്. ഇവിടെ ഇത് കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറെ പിടിച്ച് നമുക്ക് താഴോട്ടും മുകളിലോട്ടൊക്കെ കയറാൻ പറ്റും. അല്ലെങ്കിൽ പാറ നല്ല വഴുവഴുപ്പുള്ളതാണ്. ഇത് നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി അവർ കെട്ടി വെച്ചിരിക്കുന്നതാണ്.
വെള്ളം ഇങ്ങനെ പതഞ്ഞ് ഒഴുകിയിറങ്ങിയാണ്. അവിടെ നിന്ന് വീണ്ടും അത് ഈ കരിങ്കല്ല് വഴി പതഞ്ഞ് വീണ്ടും താഴോട്ട് ഒഴുകി പോകുന്നു. ഇവിടെ നിന്ന് കാണാനുള്ള ഏരിയ ഉണ്ട്, പക്ഷെ അവിടെ നമ്മൾ സൂക്ഷിക്കണം. മഴയൊക്കെ കഴിഞ്ഞ് വരുവാണെങ്കിൽ തെന്നാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നന്നായിട്ട് ആൾക്കാർ വരുന്ന ഒരിടമാണ്. ആൾക്കാർ വന്ന് കുളിച്ച് പോകുന്ന സ്ഥലമാണ്. നമ്മുടെ ആ വെള്ളം ആർത്തലച്ച് താഴോട്ട് ഒഴുകുന്ന ഒച്ചയാണ് നമ്മൾ കേൾക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് ഒന്നായി കിട്ടിയിരിക്കുന്ന ചെക്ക് ഡാം പോലെയുള്ളിടത്തേക്ക് വന്ന് നിറഞ്ഞു നിൽക്കുന്നു. അവിടുന്ന് അത് ഒഴുകി താഴോട്ട് പോവുകയാണ്. എല്ലാം ഇങ്ങനെ പതഞ്ഞ് പാഴുന്നൊരു പോലെ ഒഴുകിയിറങ്ങുവാണ്. താഴത്തെ ഭാഗത്തും അതുപോലെ വേലി കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടെ താഴ്ന്ന പ്രദേശമാണ്. അവിടെ നിന്ന് ആൾക്കാർ താഴോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ വേലി കെട്ടി സേഫാക്കിയിരിക്കുകയാണ്. അതാണ് ചെക്ക് ഡാം പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മുകളിൽ വഴി ഈ നമ്മുടെ തോട്ടിലെ ചീപ്പിൻ്റെ മുകളിൽ വഴി വെള്ളം കവിഞ്ഞൊഴുകുന്ന പോലെ വെള്ളം ഒഴുകുകയാണ്. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അതിനടിയിൽ ഇറങ്ങി നിന്നാൽ മതി. താഴോട്ട് വീഴുന്ന വെള്ളം ദേഹത്ത് വീണ് ഒരു ഷവറിൻ്റെ എഫക്റ്റ്. ഷവറിന് ഇത് കുറവാണ്, പക്ഷേ ഇതിൽ നല്ലതായിട്ട് വെള്ളം ഉണ്ട്, ഫോഴ്സ് ഉണ്ട്. ഇവിടെ നിന്ന് വീണ്ടും വെള്ളം ഒഴുകി താഴോട്ടിങ്ങനെ പോവുകയാണ്. ഏറ്റവും കൂടുതൽ വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു റീജിയനാണ് ഈ മാങ്കുളം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയയിൽ മറ്റേ ഏരിയയിൽ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും തിരക്ക് വളരെ കുറവാണ്. കൂടുതൽ ആൾക്കാർ പോകുന്നത് മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ ആ റീജിയനിലേക്കാണ്. അതുപോലെ തന്നെ മറ്റേ ഈ വരയാടുള്ള ഇരവികുളം നാഷണൽ പാർക്ക്, പിന്നെ കാന്തല്ലൂർ, അതുപോലെ തന്നെ ചിന്നക്കല്ലാൻ
ഇത്ര ഏരിയയിലേക്കാണ് അവിടെ കൂടുതലും നമുക്ക് നല്ല തിരക്ക് വരുന്നത്. മാങ്കുളം ഏരിയ അങ്ങനെ അധികം ആൾക്കാർ പോയി കാണുന്നില്ല. എന്നാൽ പിന്നെ ട്രാൻസ്പോർട്ട് ബസ് ഇതുവഴി പോകുന്നുണ്ട്. മാങ്കുളത്തുള്ള മറ്റ് വെള്ളച്ചാട്ടങ്ങളുടെ വീഡിയോയും കൂടെ നമ്മൾ ഇതിന് ശേഷം അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വെള്ളം ആർത്തലച്ച് താഴോട്ട് ഒഴുകി പോകുന്നു. എത്രയും പെട്ടെന്ന് സമുദ്രത്തിൽ എത്തിച്ചേരാനുള്ള അവൻ്റെ ഒരു ത്വരയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.